ഞാനിപ്പോൾ വിനോദേട്ടനെ എനിക്ക് അറിയാവുന്ന ഒരു 20 വർഷമായിട്ടെങ്കിലും അറിയാം. ഒരുപാട് തമാശ പരിപാടികൾ നമ്മൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ സിനിമയിൽ വിനോദേട്ടൻ ഉണ്ടായിരുന്നു, ഒക്കെ ശരിയാണ്. ഇപ്പം പക്ഷേ ഞാൻ ഈ സ്റ്റെഫി വിളിക്കുമ്പം സംഗീത സംവിധായകൻ കൂടിയായ വിനോദ് കിടാമംഗലം എന്ന് പറഞ്ഞ ഒരു തൂവലും കൂടി എടുത്ത് തലയിലേക്ക് വെച്ചേക്കുന്നു. അതിനെക്കുറിച്ച് ആദ്യം അറിയണം, എന്നിട്ട് ബാക്കി. എന്തായാലും ഈ ദീപാവലി ദിവസം ഈ Once Upon a Time വേർഷൻ 2.0 എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഈ രണ്ടാം ഘട്ടത്തിൽ എൻ്റെ പ്രിയങ്കരനായിട്ടുള്ള സലിമേട്ടനോടൊപ്പം ഈ വേദിയിലേക്ക് വന്ന് നിൽക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ആദ്യമേ അറിയിക്കുകയാണ്. നമ്മളൊരുമിച്ച് മിമിക്രി അവതരിപ്പിച്ചു, പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, സിനിമയിലും എനിക്ക് അവസരം തന്നു. പക്ഷേ അവസാനം ചോദിച്ച ചോദ്യം, ഒരു സംഗീത സംവിധാനത്തിലേക്ക് എത്തി നിൽക്കുന്നതിൻ്റെ ഉത്തരം എൻ്റെ കാരണക്കാരൻ മറ്റാരുമല്ല, ഇന്നത്തെ അതിഥിയായിട്ടുള്ള നമ്മുടെ സലിമേട്ടൻ തന്നെ. 2010 സലിമേട്ടൻ ദേശീയ അവാർഡ് കിട്ടിയ സമയത്ത് എല്ലാ ദിവസങ്ങളിലും പലപ്പോഴും പല പ്രോഗ്രാമിലൊക്കെ സലിമേട്ടൻ പോകുമ്പോൾ കൂടെ ഞാനും കൂടെ പോകും. അപ്പോൾ ഒരു ദിവസം ഒരു കവിത, നാടിനെക്കുറിച്ച്, പറവൂരിനെ കുറിച്ചൊരു കവിത എഴുതിയിട്ട് എൻ്റെ തന്നു. ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു. കാരണം ഞാൻ ഒരു പറവൂർക്കാരനാണ്. പക്ഷേ ഞാൻ അത്ഭുതപ്പെടാൻ കാരണം ഇത്രയും പ്രഗത്ഭരായ ആളുകൾ അല്ലെങ്കിൽ ഇത്രയും ചരിത്രം പറവൂരിനുണ്ട് എന്നുള്ളത് ആ കവിത വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അത്രയും ഒരു പഠനം പറവൂരിനെ കുറിച്ച് ചേട്ടൻ നടത്തിയിട്ടുണ്ട്. ചേട്ടൻ ഉദ്ദേശിച്ചത് ഈ കവിത വായിച്ചതിന് ശേഷം അഭിപ്രായം പറയുക മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ആ കവിത ഒരു കോപ്പി എടുത്തു, ഞാൻ വീട്ടിൽ പോയി. ഞാൻ അന്ന് രാത്രി തന്നെ ഒരു ഏകദേശം ഒരു ട്യൂണൊക്കെ ഇട്ടിട്ട് രാത്രി ഒരു 11:30 മണിക്ക് ഞാൻ ചേട്ടനെ വിളിച്ചു. ചേട്ടാ, ഈ ട്യൂൺ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അസലായിട്ടുണ്ടല്ലോ, കലകിയിട്ടുണ്ട്, നീ നാളെ പോരി എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ചെന്നപ്പോൾ ഞാൻ ഒന്നുകൂടി നേരിട്ട് ഞാൻ ഇരുന്ന് പാടി കേൾപ്പിച്ചു. പുള്ളി പറഞ്ഞ്, സത്യം പറഞ്ഞാൽ ഞാനിത് വേറെ ആളെ കൊണ്ട് ട്യൂൺ ചെയ്യിപ്പിക്കുന്നതാണ്, ഇനി വേറെ ആരും ട്യൂൺ ചെയ്യണ്ട, നീ തന്നെ ട്യൂൺ ചെയ്തതായി, നിനക്ക് ഇഷ്ടമുള്ള ആൾക്കൊണ്ട് പാടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ആ പാട്ട് ഞാൻ ട്യൂൺ ചെയ്തു. OU ബഷീർ എന്ന് പറഞ്ഞ പറവൂരിലെ പ്രിയപ്പെട്ട ഗായകൻ പാടി. അതിൻ്റെ റെക്കോർഡിങ്ങും സ്റ്റുഡിയോ റെൻറ്റും അതിൻ്റെ ഫുൾ പ്രൊഡ്യൂസറും അത് പാടിപ്പിച്ചതും എല്ലാം അതിൻ്റെ ചെലവെടുത്തത് ഈ സലിമേട്ടനാണ്. വിനോദിന്റെ കുടുംബപരമായിട്ടൊരു സംഗീതമുണ്ട്. അമ്മാവൻ സിദ്ധാർത്ഥ വിജയൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പാട്ടുകൾ ചെയ്തു. അതെ, മണിയുടെ ഒട്ടുമിക്ക പാട്ടുകളും ചെയ്ത പുള്ളി തന്നെയാണ്. ഈ സിദ്ധാർത്ഥ വിജയൻ മാഷ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് പാട്ടുണ്ട്, മണിച്ചേട്ടന്റെ നാടൻ പാട്ട്, സിനിമയിലുള്ളതാണ്. വരുത്തന്റെ അപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കം പാച്ചിലി നൊടുക്കം കിട്ടുടു തങ്കമ്മേ. വരുത്തന്റെ അപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കം പാച്ചിലി നൊടുക്കം കിട്ടുടു തങ്കമ്മേ. ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുള്ളതാണ്. അവരുടെ മരുമോനാണ് വിനോദേട്ടൻ. പിന്നെ കെടാമംഗലം എന്ന് പറയുന്നത് നമുക്കറിയാം, വലിയ കാതികന്റെ നാടാണ്. അല്ല, വിനോദ് കാതികനായിരുന്നു. എത്ര സിനിമ കഴിഞ്ഞു വിനോദേട്ടാ? സിനിമ ഏകദേശം 75-ൽ പല സിനിമകൾ കഴിഞ്ഞിട്ടുണ്ട്. വിനോദേട്ടൻ ഒരു മാസ്റ്റർ പീസ്, മറ്റേ ഭണ്ടൊക്കെ കൊണ്ടൊക്കെ ചിങ്കട ചിങ്കട, അത് ഒരു 4 പേര് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരാം. അസ്പഷ്ടതേ തുംഗഭദ്രേ ജൽപനേ കരാള മൃദംഗ വിരാജിതേ വിചിത്രേ. അസ്പഷ്ടതേ തുംഗഭദ്രേ ജൽപനേ കരാള മൃദംഗ വിരാജിതേ വിചിത്രേ. ദന്തദംഷ്ടങ്ങളിൽ കല്ലുകടിക്കുന്നു അന്ധകാരത്തിൻ്റെ അന്തഃപുരങ്ങളിൽ. എന്നിട്ടും അതൊന്നും ഓർത്തതില്ല ഞാൻ, സത്യത്തിലെല്ലാം മറന്നുപോ. വക്രമാം വിക്രീഡ സംകൃതമാകുമ്പോൾ സ്നിഗ്ധതയും പ്രചോദിക്കുന്നു. വക്രമാം വിക്രീഡ സംകൃതമാകുമ്പോൾ സ്നിഗ്ധതയും പ്രചോദിക്കുന്നു. കടികാര സൂചിച്ചു മൂർച്ച കൂട്ടുന്നവർ അധികാര കേന്ദ്രങ്ങൾ പ്രക്ഷുബ്ധമാക്കുന്നു. എന്നിട്ടും അതൊന്നും ഓർത്തതില്ല ഞാൻ, സത്യത്തിലെല്ലാം മറന്നുപോ. ഉജ്ജലം നിർജ്ജലം കാഞ്ചന സ്ഫോടനം സ്പന്ദന പൂങ്കാരനാട്ട് പ്രഭാവത്തിൽ സാക്ഷിയാം സാക്ഷിപത്രം അഗ്നിപർവ്വതം സ്വാധയാകുന്നു നക്ഷത്രക്കൂട്ടങ്ങൾ. എന്നിട്ടും അതൊന്നും ഓർത്തതില്ല ഞാൻ, സത്യത്തിൽ എല്ലാം മറന്നുപോ. അസ്പഷ്ടതേ തുംഗഭദ്രേ കരാള മൃദംഗ സുഭാഷ് വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയിരുന്ന നാട്. ഞാൻ പേടിച്ചു പോയി. അവിടെ തന്നെ താമസിച്ചു പോകുന്നുള്ള ഒരു പേടിയുണ്ട്. അന്ന് വിനോദേട്ടന്റെ ഈ കവിയെ തളച്ച് ഒരാണിയിലാക്കി ആലിലടിച്ചു. ആ ആണിയാണ് പിന്നീട് കേശവമാമൻ പറിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നിലത്തിട്ട് എന്നും പറഞ്ഞ് കേശവമാമൻ ആ ആണി പറിച്ച് പാത കയറിയിട്ടാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. വിനോദേട്ടനെ ആദരിക്കുവാൻ വേണ്ടി എക്സലൻസ് അവാർഡ് സമ്മാനിക്കുവാൻ സലീമേട്ടനെയും പിഷാരടി ചേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
നമ്മുടെ വെർഷൻ 2-ലെ ഒരു പ്രധാന ഭാഗമാണ് ഇത്തരത്തിൽ മലയാളികളെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ചിരിപ്പിച്ച ഒരു മികച്ച പ്രതിഭയെ ആദരിക്കുക എന്ന് പറയുന്നത്. ഇന്ന് ഈ 1ാമത്തെ എപ്പിസോഡിൽ ആ പ്രതിഭയായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയത് ശ്രീ വിനോദ് കെടാമംഗലമാണ്. അദ്ദേഹത്തോടുള്ള നന്ദി, ഫണ്ട്സ് അപ്പോൺ എ ടൈമിൻ്റെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞങ്ങളുടെ ഒരു ചെറിയ ഉപഹാരം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇത്തരത്തിലുള്ള ചിരി സദസ്സുകളിലും പുതുതായി തുടങ്ങിയ സംഗീത സംവിധാന മേഖലകളിലുമെല്ലാം ഒരുപാട് ഉയരങ്ങൾ ഇനിയും കീഴടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു.